കഴിഞ്ഞ ദിവസം അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് മുമ്പ് ആദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അറിയോ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം കണ്ടാൽ തെറ്റാണെന്ന് പറയുമ്പോൾ അതിൽ ആ തെറ്റാണെന്ന് സമ്മതിക്കാതെ അതിലേക്ക് കുറേ രാഷ്ട്രീയം, ജാതി, മതം ഇതെല്ലാം കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സാധാരണക്കാർക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു സിനിമ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി അനുമതി കൊടുക്കുകയും അനുമതി കൊടുത്തത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. കാരണം ഒരു ഹോസ്പിറ്റല്, സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലും മനസ്സിലാക്കാത്ത ആളാണ് ഈ ഒരു ഷൂട്ടിങ്ങിന് അനുമതി കൊടുത്തത്. അത് മാത്രമല്ല, അതും കാഷ്വാലിറ്റി. നമുക്കറിയാം, ഒരു കാഷ്വാലിറ്റി ഒരു പേഷ്യൻ്റ് കയറി ഒരു ബൈസ്റ്റാൻഡറെ പോലും കയറ്റില്ല. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻ. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ അങ്ങനെ പറഞ്ഞ് കുറേ എണ്ണം വരും. ശരിയാണ്, ഇൻഫെക്ഷൻ കൺട്രോളുള്ള ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണത് കാഷ്വാലിറ്റി. ആ കാഷ്വാലിറ്റി, സ്ഥലപരിമിതികളുള്ള ആ കാഷ്വാലിറ്റിയിലേക്ക് 50-ലധികം പേര് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് കയറുക, രോഗികളോട് മിണ്ടാതിരിക്കാൻ പറയുക, ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ആ ഒരു ഇതിന് തടസ്സം നിൽക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് മാത്രമല്ല, അത്യാഹിത വിഭാഗം എന്നുള്ളൊരു ബോർഡ് മറച്ചു വയ്ക്കുക. ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് വന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ. അതായത് രാത്രി 9 മണിക്കാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. നമുക്കറിയാം, രാത്രി 9 മണി എന്ന് പറയുന്നത് വേദനയുള്ള പേഷ്യൻസ് ഉണ്ടാവും. പെയിനായിട്ട് കിടക്കുന്ന ആളുകൾക്ക് മെഡിസിൻ എല്ലാം കൊടുത്ത് അവരെങ്ങനെയെങ്കിലും ഉറങ്ങാൻ കിടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സിനിമ ഷൂട്ടിംഗ്, അതും കാഷ്വാലിറ്റി, പേവാർഡിൽ പോലുമല്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻസിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 ദിവസത്തേക്കുള്ള പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് സിനിമയുടെ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനുള്ള അനുമതിയും കിട്ടി, 2 ദിവസത്തേക്കുള്ള പേയ്മെൻറ്റും കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിതിൽ ഫഹദ് ഫാസിലിനെ പൂർണ്ണമായും തെറ്റു പറയുന്നില്ല. കാരണം ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന സിനിമയാണെന്ന് പറഞ്ഞ് ഫഹദ് ഫാസിലിൻ്റെ തലയിലേക്ക് ഞാൻ കയറുന്നില്ല. അവർ സിനിമയ്ക്ക് അനുമതി ചോദിച്ചു. ഈ അനുമതി കൊടുത്ത ആൾക്കാർക്ക് ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലേ? അവരെന്തിന് അനുമതി കൊടുത്തു? നമുക്കറിയാം, ഗുരുവായൂർ അമ്പലനട എന്ന സിനിമയിൽ ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ പോലും സെറ്റിട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല? ഇവർ ആ ഒരു കാര്യത്തിൽ ട്രൈ ചെയ്തു. കാഷ്വാലിറ്റിയിൽ സിനിമ ഷൂട്ടിംഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതിന് അനുമതി കൊടുത്ത ആൾ, അതാര് തന്നെയാണെങ്കിലും, ഈ ഒരു സ്ഥാനത്ത് ഇനി തുടരാൻ യാതൊരു വിധത്തിലുള്ള അർഹതയും ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒ പി ഭാഗം ക്ലോസ് ചെയ്ത് അത് ഹോസ്പിറ്റലിൻ്റെ പിന്നിലേക്കാക്കിയിരിക്കുന്നു. രോഗികളെ മാക്സിമം വലയ്ക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ OP ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടി പറ്റില്ല. അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചാൽ അവിടെ സിനിമക്കാർക്ക് ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുത്തേക്കുവാണ്. അത് ബാക്കിൽ കൂടി ചെന്ന് വേറെ വഴിയിലൂടെ എല്ലാം പോകണം. അവിടെ കയറി കെട്ടിയേക്കുവാണ് ആൾക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രീതിയിൽ. അതുപോലെ ഈ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞതനുസരിച്ച് അവരൊരു വലിയ മിച്ചിനെയും കൊണ്ട് രാത്രി പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനെ ഓട്ടോ അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ സിനിമ ഷൂട്ടിങ് ചെയ്യാണ്, കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, ഓട്ടോ അങ്ങോട്ട് കയറ്റാൻ പാടില്ല, മാറ്റിയിടണം. അപ്പോൾ കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ല. കാഷ്വാലിറ്റിയിൽ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, പേവാർഡ് പോലുമല്ല, പേവാർഡിലാണ് കൊടുത്തെങ്കിൽ പിന്നെയും നമുക്ക് ഓർക്കാം അതൊരു വാർഡാണ്. പേവാർഡിലൊക്കെ അങ്ങനെ ചെയ്തെന്ന് ഓർത്ത് ഓക്കെ, അതൊരു പേഷ്യൻസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് പിന്നെയും ഓക്കെ പറയാം. ഇതൊരു കാഷ്വാലിറ്റിയിൽ ഒരു ബൈസ്റ്റാൻഡറെ പോലും അകത്ത് വിടാത്തൊരു കാഷ്വാലിറ്റിയിൽ 50ഓളം പേര്, അതും സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ പോയി നിൽക്കും മൊബൈലിൽ. കാഷ്വാലിറ്റിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുക, മാത്രമല്ല ഷൂട്ടിങ്ങിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യുക, സൗണ്ട് ഉണ്ടാക്കുക, രോഗികളോട് നിശബ്ദരാകാൻ പറയുക. നമ്മൾ ഇത് ഏത് ഇതാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ സിനിമ ചിത്രീകരിച്ച ആൾക്കാരോട് ഒരു ഷൂട്ടിങ്, ഒരു ലൊക്കേഷൻ, ഒരു സെറ്റ് ഇടാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്? ഇവരൊരു ഹോസ്പിറ്റൽ ലൊക്കേഷൻ ഇടണമായിരുന്നു. പിന്നെ നമ്മൾ അവരെ പൂർണ്ണമായും കുറ്റം പറയുന്നില്ല. അവരിത് ചോദിച്ചപ്പോൾ അനുമതി കൊടുത്ത സർക്കാർ ജീവനക്കാർ അവർ തന്നെയാണ്. അവരാരാണെങ്കിലും അവർക്കെതിരെ കർക്കശമായ നടപടി തന്നെ എടുക്കണം. കാരണം എതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. 7 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ട് കൊടുത്ത് ഒതുക്കുകയല്ല വേണ്ടത്. ഇത് ഞാൻ പ്രത്യേകം പറയുന്നത്, മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ഒന്നും നമ്മൾ അവരുടെ തലയിലോട്ടൊന്നും ഇടുന്നില്ല. ഇതിന് അനുമതി കൊടുത്തത് അവരൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഈ മന്ത്രിമാരൊന്നും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി കൊടുത്തത് ആരാണെങ്കിലും അവർക്കെതിരെ കർക്കശ നടപടി. അത് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ സസ്പെൻഷനോ ഒന്നുമല്ല. അവർ ആ ഒരു സ്ഥാനത്ത് ഇനി തുടരാൻ യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ്. അല്ലാണ്ട് നിങ്ങളതൊക്കെ മനസ്സിലാക്കൂ, സിനിമക്കാരിൽ നിന്ന് പൈസ വാങ്ങിച്ചു, ആ 2 ദിവസമുള്ള പൈസ വാങ്ങിച്ച് ഷൂട്ടിംഗ് നടത്തി, ആ പണം കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഇത് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അത്യാഹിത വിഭാഗം എന്ന് പറഞ്ഞ എമർജൻസി കേസുകൾ, ആക്സിഡൻറ്റ് കേസുകൾ എല്ലാം വരുന്നൊരു സ്ഥലമാണ് കാഷ്വാലിറ്റി.
കാഷ്വാലിറ്റിയിലാണ് ഈ 50ഓളം പേര് കയറി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ പേഷ്യൻസിനെ പിന്നെ എങ്ങനെയാണ് എടുക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് 2 ദിവസത്തേക്ക് വേണ്ടി ഒരു അനുമതി കൊടുത്ത ആരാണെങ്കിലും അവരെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് മാത്രമല്ല, അവരെ ഇനി ആ ജോലിയിൽ തുടരാൻ അനുവദിക്കാൻ പാടില്ല. ഇതിലേക്ക് നിങ്ങൾ ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഫഹദ് ഫാസിന്റെ കുറേ ഫാൻസ് എന്ന് പറയും, ഫഹദ് എന്ത് ചെയ്തു. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ഒരു സർക്കാർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാരുടെ കുറെ രാഷ്ട്രീയ പാർട്ടികൾക്കാർ വന്നിട്ട് അവർ സപ്പോർട്ട്, അങ്ങനെ ആരും സപ്പോർട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സപ്പോർട്ടിങ്ങിന്റെ കാര്യമൊന്നുമല്ല, ഇത് ജനങ്ങളുടെ അവകാശമാണ്. സർക്കാർ ആശുപത്രി നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടും സർക്കാരിന്റെ പണം കൊണ്ടും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിനിമ ഷൂട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിനിമ ഇപ്പൊ ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പണം സർക്കാർ ഹോസ്പിറ്റലിൽ കൊടുക്കുമോ? പാവപ്പെട്ട ജനങ്ങളുടെ മരുന്നിനോ മറ്റു കാര്യങ്ങൾക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള നിയമം എന്തായാലും കൊണ്ടുവന്നേ പറ്റൂ. ഇപ്പൊ ഗുരുവായൂർ അമ്പലമാണ് കൊടുത്തത്, അവരതിന്റെ ലൊക്കേഷൻ ആ ഒരു സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ഒരു കാഷ്വാലിറ്റി ഇവർക്ക് സെറ്റ് ഇടാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ ഫഹദ് ഫാസിലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവർ ചോദിക്കുമ്പോൾ ഈ അനുമതി കൊടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതിന് അവർ ഈ സർക്കാരിൽ നിന്ന് പണം മേടിക്കുന്നു. എന്തിനാണ് അവർ പണം മേടിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണ് ഹോസ്പിറ്റൽ. അല്ലാണ്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തി കാഷ്വാലിറ്റി ക്ലോസ് ചെയ്തിട്ട്, OP ക്ലോസ് ചെയ്തിട്ട്, ഫാർമസി ക്ലോസ് ചെയ്തിട്ട് ആ വഴി പോകണം ഈ വഴി പോകണം എന്ന് പറഞ്ഞ് കയറെല്ലാം കെട്ടി അതിലേക്ക് വരുന്ന പേഷ്യൻസിനെ കടത്തി വിടാതെടുക്കുക, വേറെ വഴി കൂടി പോകാൻ പറയുക, ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിനൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. അവിടെ നിങ്ങൾ രാഷ്ട്രീയം, മതം, മറിച്ചതൊന്നും കുത്തിക്കലർത്താൻ ശ്രമിക്കരുത്. നമ്മൾ തന്നെയൊക്കെ പ്രതികരിച്ച് പറ്റും. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സർക്കാർ ഹോസ്പിറ്റൽ പണിതിരിക്കുന്നത് മറ്റുള്ള ആവശ്യങ്ങൾക്കല്ല, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ആ ഹോസ്പിറ്റൽ ഉള്ളത്. അതൊക്കെ മനസ്സിലാക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു, ഉണ്ണിമുഖത്തനാണെങ്കിൽ ഇങ്ങനെ പറയില്ല, മറ്റു നടന്മാരാണെങ്കിൽ ഇങ്ങനെ പറയില്ല, അങ്ങനെയൊന്നും പറയില്ല. അതാണ് നിങ്ങളുടെ ആ ഒരു രാഷ്ട്രീയ മെന്റാലിറ്റി എടുത്ത് മാറ്റുക. ഇതിൽ രാഷ്ട്രീയം, ജാതി, മതം ഒന്നും വേണ്ട. ഞാൻ ഫഹദ് ഫാസിലിനെ കുറ്റം പറയുന്നില്ല. അവർ ചോദിച്ചിട്ട് ഈ അനുമതി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ അവിടെ കയ്യേറ്റം കയറിയൊന്നും ഷൂട്ടിങ് ചെയ്യില്ല അല്ലേ? അനുമതി കൊടുത്തുകൊണ്ടാണല്ലോ അവർ ഷൂട്ടിങ് ചെയ്തത്. അപ്പോൾ അനുമതി കൊടുത്ത ആൾക്കാർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്. അതുപോലെ ഞാനിത് പറയുന്നതുകൊണ്ട് ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവരൊന്നും ഒരുപക്ഷെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതിന് കൊടുത്താൽ ആരാണോ ആ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 50 പേർക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ മറ്റുള്ള രീതിയിലെല്ലാം അവിടെയുള്ള പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ ചിത്രീകരണം അവിടെ നടന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് തീർച്ചയായിട്ടും നല്ല നിയമ നടപടി ഉണ്ടാകുന്നതുപോലെ ശക്തമായിട്ട് തന്നെ എല്ലാവരും പ്രതിഷേധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇനിയും ഇത് തുടരാതിരിക്കാൻ വേണ്ടി.